നമസ്കാരം. ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ വിഷയത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. വർക്കലയിൽ നായ്ക്കളെ നാട്ടുകാർ കൊന്നു. ജോസ് മാവേലിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു. വർക്കലയിൽ നായ കടിച്ചുകൊന്ന വൃദ്ധന്റെ മൃതദേഹം സംസ്കരിച്ചു. മെഡിക്കൽ കോളേജ് വളപ്പിൽ ദുരൂഹത ഉണർത്തി മൃതദേഹങ്ങൾ. കോഴിക്കോട് ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജ് വളപ്പിൽ കണ്ടെത്തിയത് നിരവധി മൃതദേഹങ്ങൾ. ഹനീഫ വധത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് DGP. തീരുമാനം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ചോർത്തിയത് BSFന്റെ രഹസ്യങ്ങൾ. അറസ്റ്റിലായത് ISI നിയോഗിച്ച പാക് സൈനികൻ മഹമ്മൂദ് അക്തർ. പാക് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. പാക് വെടിവെപ്പിൽ വീണ്ടും BSF ജവാൻ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. 2 ദിവസങ്ങളിലായി കൊച്ചിയിൽ പിടികൂടിയത് 150ഓളം പേരെ. കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജ് വളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉപയോഗിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിച്ചതായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉള്ളേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ടടുത്തായി നാട്ടുകാരാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി. മൃതദേഹത്തിന് തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ജനവാസ കേന്ദ്രത്തിനടുത്തായാണ് അലക്ഷ്യമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്ന് കാലത്ത് ഇവിടെ സമീപത്തുള്ള വീടുകളിലുള്ള ആളുകൾ കാക്കയുടെ ശബ്ദം കേട്ടിട്ട് കോളേജിൻ്റെ MMCൻ്റെ മേലോട്ട് വന്നതാണ്. വന്ന് നോക്കുമ്പോഴാണ് ഈ കുഴി, ഇവിടെ വലിയൊരു കുഴി എടുത്തിട്ടത്. ആ കുഴീൻ്റെ സമീപത്തായിട്ട് നായോ കുറുക്കനെന്തോ മാന്തി ശരീരത്തിന് തലയോട്ടി പുറത്ത് കാണുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായി ഇവിടെ ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അധികാരികളെ മുന്നിൽ അറിയിച്ചതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊണ്ടുവന്ന മൃതദേഹത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ എല്ലുകൾ ശേഖരിക്കുന്നതിനായി കുഴിച്ചുമൂടിയതാണെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം കുഴിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിശദമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് DYSP K. അഷ്റഫ് പറഞ്ഞു. പോലീസ് ഇപ്പം പരാതി വാങ്ങിച്ചിട്ട് കേസെടുക്കുന്നുണ്ട്. കേസെടുത്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഉണ്ട്. അത് തഹസിൽദാറെ കൊണ്ടാണ് ചെയ്യുന്നത്. തഹസിൽദാർ വന്ന് അത് ഈ എക്സിമേഷൻ ചെയ്യണം. ഇപ്പോൾ ഇത് പുറത്തെടുക്കണം, അത് ഇൻക്വസ്റ്റ് ചെയ്യണം. അതിനുശേഷം അത് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജനെ കൊണ്ടത് പരിശോധിപ്പിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ലീഗലായിട്ടാണോ ഇവർക്ക് ഈ ബോഡി കിട്ടിയിരിക്കുന്നതെന്നും ഈ ഡിസ്പോസലിൻ്റെ മെത്തേഡ്സ് ഇത് തന്നെയാണോ എന്നും ഇതൊക്കെ പരിശോധിക്കും. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും. ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവ് മരണത്തിന് കാരണമായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഷംനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. എറണാകുളം മെഡിക്കൽ കോളേജ് 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന കണ്ണൂർ സ്വദേശിനി ഷംന തസ്നീം കഴിഞ്ഞ ജൂലൈ 18-നാണ് മരണപ്പെട്ടത്. ഇതേ മെഡിക്കൽ കോളേജിൽ പനിക്ക് ചികിത്സ തേടിയ വിദ്യാർത്ഥിനി പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാരി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില സംബന്ധിച്ച രേഖകൾ നശിപ്പിക്കപ്പെട്ടു. മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ട ശേഷം ഷംനയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. PG ഡോക്ടറും ഡ്യൂട്ടി ഫിസിഷ്യനും മരണം സംബന്ധിച്ച് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. വാർഡിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിശോധിക്കാതെ PG വിദ്യാർത്ഥിയെ കൊണ്ട് പരിശോധിപ്പിച്ചതായി രേഖയുണ്ടാക്കി തുടങ്ങിയ വീഴ്ചകളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഷംനയുടെ പിതാവ് അബൂട്ടി ആവശ്യപ്പെട്ടു. ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഫസ്റ്റ് ഒരു ഡോക്ടറാകുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഡോക്ടറായില്ലെങ്കിൽ എൻ്റെ മകളും ഇല്ലാതായി പോയല്ലോ. എന്നിട്ടോ ആരാണോ കുറ്റക്കാര്? എൻ്റെ പരിചയ മോള് തിരിച്ചു വരും ചെയ്യില്ല. പക്ഷേ എനിക്ക് സമാധാനം കിട്ടണ്ടേ എൻ്റെ മോളോട് അനീതി കാണിച്ചവരോട്. കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
വർക്കലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാഘവന്റെ മൃതദേഹം സംസ്കരിച്ചു. സ്ഥലത്ത് നാട്ടുകാർ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. നായ്ക്കളെ കൊല്ലാൻ നേതൃത്വം നൽകിയ ജോസ് മാവേലിയെ അറസ്റ്റ് ചെയ്യാൻ നടത്തിയ നീക്കത്തെ നാട്ടുകാർ തടഞ്ഞു. വൃദ്ധൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയായി കഴിഞ്ഞ ദിവസം വൃദ്ധൻ കൊല്ലപ്പെട്ട വർക്കലയിൽ ഇന്നു രാവിലെ മുതൽ നായ്ക്കളെ പിടികൂടാനും കൊല്ലാനും ആരംഭിച്ചിരുന്നു. ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ തെരുവുനായ ഉന്മൂലന സംഘം പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് നായ്ക്കളെ പിടികൂടി കൊന്നത്. ഉച്ചയോടെ 30-ലേറെ നായ്ക്കളെ സംഘം കൊലപ്പെടുത്തി. ഇതറിഞ്ഞെത്തിയ പോലീസ് ജോസ് മാവേലിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം മരത്തിനെ കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഞങ്ങൾ മൊത്തം ഇന്ന് അടക്കേതുമില്ല, അടക്കില്ല. നാട്ടുകാർക്ക് വേണ്ടിയാണ് നായ്ക്കളെ പിടികൂടിയതെന്നും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നും ജോസ് മാവേലി. എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ 7 കേസിൽ പ്രതിയാവുന്നത്. തെരുവുനായ്ക്കളെ കൊല്ലുന്നവരെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നപ്പോഴാണ് ഞാൻ പ്രതിയാവുന്നത്. എന്തായാലും അത് എനിക്കൊരു വിഷയമല്ല, എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. പക്ഷേ എൻ്റെ സങ്കടം എന്ന് പറയുന്നത് തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അത് സർക്കാരിൻ്റെ നയമാണ്. സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങളെല്ലാം ഇവിടെ കഷ്ടത്തിലായി പോകും. പിന്നീട് സ്ഥലം MLA വി ജോയ് ഇടപെട്ട് അറസ്റ്റ് ഒഴിവാക്കിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അഴിവ് വന്നത്. എന്നാൽ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കൊല്ലപ്പെട്ട രാഘവന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകിയതായി DGP ലോക്നാഥ് ബെഹ്റ. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ സ്ക്വാഡ് പ്രവർത്തനം ആരംഭിക്കും. ഇത്തരത്തിലുള്ള ആദ്യ സ്ക്വാഡ് എറണാകുളം നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചുവെന്നും DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. കൊച്ചിയിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം സജീവം. 2 ദിവസങ്ങളിലായി 150ഓളം പേരെയാണ് IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന് വധഭീഷണി. ഖജ്രിക സ്വദേശിയുടേതാണ് വധഭീഷണി. കിഴക്കൻ ഡൽഹി സ്വദേശി രവീന്ദർ കുമാർ തിവാരിയാണ് ഫോൺ വിളിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. അരവിന്ദ് കെജ്രിവാളിന് ഖജ്രിക സ്വദേശിയുടെ വധഭീഷണി. അന്വേഷണത്തിൽ കിഴക്കൻ ഡൽഹിയിലെ രവീന്ദർ കുമാർ തിവാരിയാണ് ഫോൺ വിളിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:16 ഡൽഹി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ഇയാൾ മദ്യപാനിയും മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നുമാണ് അയൽക്കാർ നൽകുന്ന വിവരം. കേജ്രിവാളിനെ വെടിവെക്കുമെന്ന് അറിയിച്ചാണ് ഇയാൾ ഫോൺ ചെയ്തത്. ആരാണ് ഫോൺ ചെയ്യുന്നതെന്ന് പോലീസ് ചോദിച്ചെങ്കിലും കേജ്രിവാളിനെ കൊന്ന ശേഷം പേര് വെളിപ്പെടുത്താമെന്നായിരുന്നു ഇയാളുടെ മറുപടി. ന്യൂസ് ഡെസ്ക്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥികളുടെ ബാഗിൽ SC/ST എന്ന് രേഖപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ. മാൾവ ജില്ലയിലെ മംദസൌറിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് PG കോളേജിലെ 250ഓളം വിദ്യാർത്ഥികളുടെ ബാഗിലാണ് SC/ST എന്ന് പതിച്ചിരിക്കുന്നത്. 250ഓളം ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ് ജാതി പതിച്ച ബാഗ് വിതരണം ചെയ്തത്. ബാഗിനൊപ്പം കാൽക്കുലേറ്ററും പേനയും നോട്ട്ബുക്കും വിതരണം ചെയ്തിരുന്നു. പട്ടികജാതി പട്ടികവർഗ സ്കീം പ്രകാരമായിരുന്നു സൗജന്യ ബാഗ് വിതരണം. ബാഗ് വിതരണം വിവാദമായെങ്കിലും അതിനെ ന്യായീകരിച്ചാണ് കോളേജ് പ്രിൻസിപ്പൽ BR നൽവായ രംഗത്തെത്തിയത്. ബാഗിൽ SC/ST എന്ന് രേഖപ്പെടുത്തിയതിൽ എന്താണ് തെറ്റെന്നും സർക്കാർ ക്ഷേമ പദ്ധതി പ്രകാരമാണ് ബാഗുകൾ വിതരണം ചെയ്തതെന്നുമാണ് നാൽവയുടെ ചോദ്യം. കോളേജ് പ്രിൻസിപ്പൽ ഓഗസ്റ്റിലാണ് സൗജന്യ ബാഗ് വിതരണം ആരംഭിച്ചതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ബാഗ് വിതരണം ചെയ്യുമ്പോൾ ജാതി അച്ചടിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജാതി അച്ചടിച്ച ബാഗുകളുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ബാഗ് വിതരണം വിവാദമായത്. മധ്യപ്രദേശിലെ RSS പിന്തുണയുള്ള സർക്കാരിന്റെ ദളിത് ആദിവാസി വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് ജാതി അച്ചടിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുൻ കോൺഗ്രസ് MP മീനാക്ഷി നടരാജന്റെ പ്രതികരണം. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യരേഖകൾ ചോർത്തിയ പാക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ പിടിയിലായി. BSFുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് പാക് ഉദ്യോഗസ്ഥനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാക് ഉദ്യോഗസ്ഥനെ സഹായിച്ച 2 രാജസ്ഥാൻ സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടിയാണ് വിവരങ്ങൾ ചോർത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥൻ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു.
ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സുപ്രധാന രേഖകൾ ചോർത്തിയതിനാണ് ദില്ലിയിലെ പാക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ മെഹമ്മൂദ് അക്തറിനെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാക് ഉദ്യോഗസ്ഥനെ സഹായിച്ച രാജസ്ഥാൻ സ്വദേശികളായ മൗലാന റംസാൻ, സുഭാഷ് ജാംഗീർ എന്നിവരെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. BSFന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ സഹിതമാണ് പാക് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തത്. ചില വ്യാജ തിരിച്ചറിയൽ രേഖകളും പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും പിടികൂടി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് പിടികൂടിയ 2 രാജസ്ഥാൻ സ്വദേശികളും പ്രവർത്തിച്ചിരുന്നതെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി. 1.5 വർഷത്തോളമായി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. നേരത്തെ തന്നെ ISIയുമായി ബന്ധപ്പെട്ട ചാരസംഘടനയിലും മെഹമ്മൂദ് അക്തർ പ്രവർത്തിച്ചിരുന്നു. ISIക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നവരാണ് പിടിയിലായ രാജസ്ഥാൻ സ്വദേശികളെന്ന് പോലീസ് അറിയിച്ചു. നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ പാക് നയതന്ത്ര കാര്യത്തിലെ ഉദ്യോഗസ്ഥനെ പിന്നീട് പോലീസ് വിട്ടയച്ചു. പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ വിളിച്ചുവരുത്തിയ ഇന്ത്യ 48 മണിക്കൂറിനകം ഉദ്യോഗസ്ഥൻ ഇന്ത്യ വിട്ടു പോകണമെന്നാവശ്യപ്പെട്ടു. BSFന്റെ സേനാ നീക്കങ്ങളുടെ സുപ്രധാന രേഖകളുമായാണ് പാക് സ്ഥാനപതി ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാകുന്നത്. ഇതിന് എല്ലാവിധ സഹായങ്ങൾ നൽകിയതാകട്ടെ രാജസ്ഥാൻ സ്വദേശികളും. ഇന്ത്യ പാക് നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകുന്നതിലേക്കാകും പ്രശ്നങ്ങൾ വഴിവെക്കുക. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തൽ, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ശശികലയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C. ഷുക്കൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കാസർകോട്ടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് C. ഷുക്കൂറിന്റെ പരാതിയിലാണ് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഇതു സംബന്ധിച്ച ദൃശ്യമാധ്യമ തെളിവുകളും അഡ്വക്കേറ്റ് ഷുക്കൂർ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. കാസർകോട്ടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ KC പ്രഭാകരന്റെ നിയമോപദേശത്തിന് ശേഷമാണ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ശശികലയ്ക്കെതിരെ കേസെടുക്കുവാൻ ഹോസ്ദുർഗ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A വകുപ്പ് പ്രകാരമാണ് കേസ്. ജാമ്യം ലഭിക്കാത്ത വകുപ്പാണിത്. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം വരെ തടവ് ലഭിക്കാം. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല. പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുത്തലാഖിലൂടെ വിവാഹമോചിതയായ സ്ത്രീയെ തിരിച്ചെടുക്കുന്നതിന് സുഹൃത്തുമായി നിർബന്ധപൂർവ്വം കിടക്ക പങ്കിടുവിപ്പിച്ചുവെന്ന മുൻ ഭാര്യയുടെ പരാതിയിൽ 50കാരനെതിരെ ബലാത്സംഗത്തിന് കേസ്. സംഭവം നടന്നത് ജയ്പൂരിൽ. സുഹൃത്തുമായുള്ള വാതുവയ്പിൽ ഭാര്യ ഇയാൾ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തുകയായിരുന്നു. എന്നാൽ തന്റെ പ്രവൃത്തി ഭാര്യയെ തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥയായ നിക്കാഹ് ഹലാലയുടെ ഭാഗമാണെന്നാണ് ഇയാളുടെ വാദം. ശരീഅത്ത് നിയമപ്രകാരം മുത്തലാഖിലൂടെ വിവാഹമോചനം നടത്തിയ ശേഷം മുൻ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ വിവാഹം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബന്ധം വേർപെടുത്തുകയാണെങ്കിൽ മാത്രമേ സാധ്യമാകൂ. 8 മാസം മുൻപാണ് മുത്തലാഖിലൂടെ സ്ത്രീയുമായുള്ള വിവാഹബന്ധം ഭർത്താവ് വേർപെടുത്തിയത്. 25 വർഷത്തോളം നീണ്ട വിവാഹബന്ധത്തിന് ശേഷമായിരുന്നു ഇത്. ഇതിൽ 2 കുട്ടികളുമുണ്ട്. ബന്ധം വേർപെടുത്തിയെങ്കിലും ഇയാൾ താനുമായി ശാരീരിക ബന്ധം തുടർന്നിരുന്നെന്നും ഭാര്യ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് സ്ത്രീ പറയുന്നത് ഇങ്ങനെ: സുഹൃത്തുമായി ശാരീരിക ബന്ധത്തിന് ഭർത്താവ് നിരന്തരം നിർബന്ധിച്ചെങ്കിലും താൻ വഴങ്ങിയില്ല. ഇതിൽ ശൂഭിതനായ ഭർത്താവ് തന്നെ മുത്തലാഖ് ചൊല്ലുകയായിരുന്നു. ബന്ധം വേർപെടുത്തിയെങ്കിലും ഇയാൾ പിന്നെയും ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ എന്തിനാണ് നിക്കാഹ് ഹലാലയെന്ന് താൻ ചോദിച്ചു. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന് പുറത്തു പോകാമെന്ന വ്യാജേന തന്നെ ഭർത്താവ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ഗുളിക നൽകി മയക്കിയ ശേഷം സുഹൃത്തിനെ കൊണ്ട് പീഡിപ്പിക്കുകയുമായിരുന്നു. മയക്കം വിട്ടുണർന്നപ്പോൾ പീഡിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞതോടെ ബഹളം വെച്ചുവെങ്കിലും ഭർത്താവ് തന്നെ മുറിയിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുപോയി സംഭവം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ പൗരാവകാശ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് സ്ത്രീ പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക്. കൊച്ചിയിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം സജീവം. 2 ദിവസങ്ങളിലായി 150ഓളം പേരെയാണ് IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥികളുടെ ബാഗിൽ SC/ST എന്ന് രേഖപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ. മാൽവാജ് ജില്ലയിലെ മംദസൗറിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് PG കോളേജിലെ 250ഓളം വിദ്യാർത്ഥികളുടെ ബാഗിലാണ് SC/ST എന്ന് പതിച്ചിരിക്കുന്നത്. 250ഓളം ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ് ജാതി പതിച്ച ബാഗ് വിതരണം ചെയ്തത്. ബാഗിനൊപ്പം കാൽക്കുലേറ്ററും പേനയും നോട്ട്ബുക്കും വിതരണം ചെയ്തിരുന്നു. പട്ടികജാതി പട്ടികവർഗ സ്കീം പ്രകാരമായിരുന്നു സൗജന്യ ബാഗ് വിതരണം. ബാഗ് വിതരണം വിവാദമായെങ്കിലും അതിനെ ന്യായീകരിച്ചാണ് കോളേജ് പ്രിൻസിപ്പൽ BR നൽവായ രംഗത്തെത്തിയത്. ബാഗിൽ SC/ST എന്ന് രേഖപ്പെടുത്തിയതിൽ എന്താണ് തെറ്റെന്നും സർക്കാർ ക്ഷേമ പദ്ധതി പ്രകാരമാണ് ബാഗുകൾ വിതരണം ചെയ്തതെന്നുമാണ് നാൽവയുടെ ചോദ്യം. കോളേജ് പ്രിൻസിപ്പൽ ഓഗസ്റ്റിലാണ് സൗജന്യ ബാഗ് വിതരണം ആരംഭിച്ചതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു.
ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ബാഗ് വിതരണം ചെയ്യുമ്പോൾ ജാതി അച്ചടിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജാതി അച്ചടിച്ച ബാഗുകളുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായതോടെയാണ് ബാഗ് വിതരണം വിവാദമായത്. മധ്യപ്രദേശിലെ RSS പിന്തുണയുള്ള സർക്കാരിന്റെ ദളിത് ആദിവാസി വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് ജാതി അച്ചടിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുൻ കോൺഗ്രസ് MP മീനാക്ഷി നടരാജന്റെ പ്രതികരണം. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് CPIM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനായി മധ്യസ്ഥത വഹിക്കുക മാത്രമാണ് താൻ ചെയ്തത്. ഇതിനിടെ സക്കീർ ഹുസൈനെതിരെ പരാതി നൽകിയ ജൂബി പൗലോസ് തന്റെ സ്ഥാപനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് വനിതാ സംരംഭക ഷീല തോമസും വ്യക്തമാക്കി. തനിക്കെതിരെ പരാതിയുയർന്ന പശ്ചാത്തലത്തിലാണ് CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെടുക മാത്രമാണ് താൻ ചെയ്തത്. പരാതിക്കാരനായ ജൂബി പൗലോസിനെ താൻ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. 1.5 വർഷം മുമ്പ് ഉയർന്ന തർക്കത്തിൽ 2 കോടതിയിൽ കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിൽ ഒരിടത്തും തന്റെ പേർ ഇതുവരെ പരാമർശിച്ചിട്ടില്ലെന്നും സക്കീർ ഹുസൈൻ പറയുന്നു. ഇപ്പോൾ നിലവിൽ 2 കോടതികളിലായി ഇവർ തമ്മിൽ കേസ് നിൽക്കുകയാണ്. 1.5 വർഷം മുമ്പുണ്ടായ പ്രശ്നത്തിൽ അന്നൊന്നും ഇപ്പോൾ കോടതിയിലുള്ള കേസിനകത്തോ ഇയാൾ കൊടുത്ത അഫിഡവിറ്റിനകത്തോ ഇയാളുടെ പരാതിക്കകത്തോ ഒന്നും എൻ്റെ പേര് അന്ന് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നത്തിൽ ന്യായമായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വരുന്ന കാര്യത്തിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുക എന്നല്ലാതെ ഒരു ഇടപെടലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതേസമയം തന്റെ സ്ഥാപനം കൈവശപ്പെടുത്താൻ ജീവനക്കാരനായിരുന്ന ജൂബി തോമസ് ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വനിതാ സംരംഭക ഷീല തോമസ് പറഞ്ഞു. ജൂബി തോമസ് തന്റെ സ്ഥാപനം അടിച്ചു തകർത്തപ്പോൾ പലരെയും സഹായത്തിനായി സമീപിച്ചു. ഒരിടത്തു നിന്നും തനിക്ക് ഒരു സഹായവും ലഭിച്ചില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കഥ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ലെന്നും ഷീല തോമസ് പറഞ്ഞു. ഇത്രയും പരാതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് അന്ന് പറഞ്ഞില്ല? അന്ന് എന്തുകൊണ്ട് ഈ CPM-നെതിരെ പോയില്ല? ഇപ്പോൾ എന്തുകൊണ്ട്? അത് ഇറ്റ്സ് എ ക്വസ്റ്റ്യനബിൾ. ജൂബി തോമസിന്റെ പരാതിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. ഈ തർക്കത്തിൽ ഒരിടത്തും തട്ടിപ്പ് കേസിൽ പ്രതിയായ സിദ്ദിഖ് ഇടപെട്ടിട്ടില്ലെന്ന് സക്കീർ ഹുസൈനും ഷീല തോമസും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 14 ദിവസം പിന്നിടുകയാണ്. വിദ്യാർത്ഥിയുടെ തിരോധാനം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതും വരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നജീബിനെ ആക്രമിച്ച ABVP പ്രവർത്തകരിൽ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ JNU വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. JNUവിലെ 1ാം വർഷ MSc വിദ്യാർത്ഥി നജീബിന്റെ മാതാവിന്റെ വാക്കുകളാണിത്. ABVPയുടെ ആക്രമണത്തിന് പിന്നാലെ വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്നേക്ക് 14 ദിവസം കഴിയുകയാണ്. വിദ്യാർത്ഥിയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ ദില്ലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനായിട്ടില്ല. ദൃക്സാക്ഷികളുടെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നജീബിനെ ആക്രമിച്ചവരിൽ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. उसके नाक से उसके होंठ से खून आ रहा था, तो फिर भी मैंने उससे पूछा कि आपने इन्हें क्यों मारा, बट ही डिड नॉट रिप्लाई, ही वाज शॉक्ड. നജീബിനെ ആക്രമിച്ച ABVP പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടിക്ക് സർവകലാശാല അധികൃതരും തയ്യാറായിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ JNU വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് അരക്കിണർ ഭാഗത്തെ റോഡ് വീതി കൂട്ടാനുള്ള കോർപ്പറേഷൻ നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം. ചലച്ചിത്ര താരം മാമുക്കോയ അടക്കമുള്ളവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബേപ്പൂർ അരക്കിണർ ഭാഗത്തെ റോഡിനോട് ചേർന്ന കയ്യേറ്റങ്ങളാണ് കോർപ്പറേഷൻ നീക്കം ചെയ്തത്. പ്രദേശവാസികളെ പ്രത്യേകം വിളിച്ചു ചേർത്ത് റോഡ് വീതി കൂട്ടാനുള്ള കോർപ്പറേഷന്റെ തീരുമാനം അറിയിച്ച ശേഷമാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി കൈക്കൊണ്ടത്. ചലച്ചിത്ര താരം മാമുക്കോയയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അനധികൃതമായി കോൺക്രീറ്റ് ചെയ്തതും പൊളിച്ചു നീക്കി. എന്നാൽ മുന്നറിയിപ്പില്ലാതെ പോലീസിന്റെ ഒത്താശയോടെ കോർപ്പറേഷനാണ് ജനങ്ങളുടെ ജീവിതത്തിൽ കയ്യേറ്റം നടത്തുന്നതെന്നാണ് മാമുക്കോയ പറയുന്നത്. അല്ല, അത് ഞങ്ങളറിയാതെ, ഞങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും തരാതെ ഇവിടെ നമ്മൾ വീടിന് ഗേറ്റിൻ്റെ മുൻഭാഗത്തുള്ള വഴി കംപ്ലീറ്റ് JCB കൊണ്ടുവന്നിട്ട് കോർപ്പറേഷൻ അധികാരികളാണെന്ന് പറയുന്നു. മാറാട് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ ഈ കോർപ്പറേഷന് സംരക്ഷണം കൊടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ജനത്തിന് സംരക്ഷണം വേണ്ടേ? അത് നിങ്ങൾ പെറ്റീഷൻ തന്നെ, ഞങ്ങൾക്കറിയോ ഇതിവിടെ പൊളിക്കും, നേരത്തെ മുൻകൂട്ടി പെറ്റീഷൻ കൊടുക്കണമെന്ന്. അതിന് ഞങ്ങൾക്ക് വരുന്ന ആദ്യം
തരണം, കയ്യേറ്റാണിത്, ഇത് പൊളിക്കൽ നീക്കണമെന്ന്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തരക്കേടില്ല. ഇതൊരു കയ്യേറ്റമല്ല, വീട്ടിലേക്കുള്ള വഴിയാണ്. ഇനിയിപ്പം വാഹനം ഇങ്ങോട്ടും കയറില്ല, അങ്ങോട്ടും പോയില്ല. വാഹനമൊക്കെ കൊണ്ടുവന്ന് റോഡ് മേലെ നിർത്തിയാൽ റോഡ് ബ്ലോക്കാവും. അതേസമയം നേരത്തെ പ്രദേശവാസികളെ കാര്യം അറിയിച്ചിരുന്നുവെന്നും റോഡിനോട് ചേർന്ന 3 അടി വീതിയിലുള്ള കയ്യേറ്റങ്ങൾ മാത്രമേ ഒഴിപ്പിച്ചുള്ളൂ എന്നുമാണ് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൈക്കോടതിക്ക് മുൻപിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം സംബന്ധിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് PA മുഹമ്മദിനെയാണ് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. റേഷൻ വിഹിതത്തിനുള്ള BPL പട്ടിക വിപുലീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജൂലൈ 20-ന് ഹൈക്കോടതിയുടെ വടക്കേ ഗേറ്റിന് മുന്നിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം സംബന്ധിച്ച് അന്വേഷിക്കാനായാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. റിട്ടയർഡ് ജസ്റ്റിസ് PA മുഹമ്മദാണ് അന്വേഷണ കമ്മീഷൻ. സംഘർഷവും പോലീസ് ലാത്തിച്ചാർജിലേക്ക് നയിച്ച സംഭവങ്ങളും കമ്മീഷൻ അന്വേഷിക്കും. ജഡ്ജിമാരുടെ കുറവുള്ളതിനാൽ അന്വേഷണത്തിനായി സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ലഭ്യമാക്കാനാകില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചതിനെ തുടർന്നാണ് റിട്ടയർഡ് ജസ്റ്റിസിനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. റേഷൻ വിഹിതത്തിനുള്ള BPL പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം 28 ലക്ഷത്തിൽ നിന്നും 34 ലക്ഷമാക്കി ഉയർത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 6 ലക്ഷം പേരെയാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തുക. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വായ്പാ തിരിച്ചടവിനുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് കൂടി നീട്ടി. കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടാനും വൈപ്പിനിൽ പുതിയ സർക്കാർ കോളേജ് തുടങ്ങാനും മന്ത്രിസഭ തീരുമാനിച്ചു. വനം വകുപ്പ് മേധാവിയായ BS കോറിയെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിച്ചു. CS ജോഷിയാണ് പുതിയ വനം വകുപ്പ് മേധാവി. ഹരിത കേരളം മിഷന്റെ ഉപാധ്യക്ഷയായി ഡോക്ടർ TN സീമയെ നിയമിച്ചു. സാമ്പത്തിക വർഷം സംബന്ധിച്ച് നിലവിലുള്ള രീതി തന്നെ തുടർന്നാൽ മതിയെന്നും ഇക്കാര്യം കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയെ അറിയിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ ബാബു പ്രസാദിന്റെ മൊഴി. സോളാർ കമ്മീഷനിലാണ് ബാബു പ്രസാദ് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയ മലയിലിൽ ശ്രീധരൻ നായർക്ക് കോടതിയിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് ബാബു പ്രസാദ് കമ്മീഷന് മുൻപാകെ പറഞ്ഞു. മലയിലിൽ ശ്രീധരൻ നായർ സത്യസന്ധനാണെന്നും ബാബു പ്രസാദിന്റെ മൊഴിയിലുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. KPCC ജനറൽ സെക്രട്ടറി B. ബാബു പ്രസാദാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത്. സോളാർ കേസിൽ പരാതിക്കാരനായ മലയിലിൽ ശ്രീധരൻ നായരുടെ രഹസ്യമൊഴിയെക്കുറിച്ചുള്ള ജസ്റ്റിസ് G. ശിവരാജന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ശ്രീധരൻ നായരുടെ രഹസ്യമൊഴിയുടെ ഉള്ളടക്കം തനിക്കറിയില്ല എന്ന് മറുപടി നൽകിയപ്പോൾ കമ്മീഷൻ രഹസ്യമൊഴി ബാബു പ്രസാദിനെ വായിച്ചു കേൾപ്പിച്ചു. സരിതായസ് നായർക്കൊപ്പം ഉമ്മൻചാണ്ടിയെ ചെന്ന് കണ്ടതും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഉറപ്പിലാണ് പണം നൽകിയത് എന്നതടക്കമുള്ള രഹസ്യമൊഴിയാണ് വായിച്ചു കേൾപ്പിച്ചത്. ശ്രീധരൻ നായർ ഇത്തരമൊരു മൊഴി കോടതിയിൽ കളവായി കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു കമ്മീഷന്റെ തുടർന്നുള്ള ചോദ്യം. ഇതിനുള്ള മറുപടിയായാണ് തന്റെ അമ്മാവൻ കൂടിയായ മലയിലിൽ ശ്രീധരൻ നായർക്ക് കോടതിയിൽ കള്ളം പറയേണ്ട കാര്യമില്ല എന്ന് ബാബു പ്രസാദ് പറഞ്ഞത്. ദൈവവിശ്വാസിയായ ശ്രീധരൻ നായർ സത്യസന്ധനാണെന്നും ബാബു പ്രസാദ് കമ്മീഷനിൽ മൊഴി നൽകി. സരിതായസ് നായർക്ക് ഉന്നത സ്വാധീനമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കേസ് ഒരിക്കൽ പോലും KPCC യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്നും ബാബു പ്രസാദ് കമ്മീഷനിൽ മൊഴി നൽകി. മലയിലിൽ ശ്രീധരൻ നായർ നൽകിയത് കള്ളമൊഴിയാണ് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും പ്രചരിപ്പിച്ചിരുന്നത്. സരിതയെ താൻ കണ്ടിട്ടില്ലെന്നും ശ്രീധരൻ നായർക്കൊപ്പം സരിത തന്റെ ഓഫീസിൽ വന്നിട്ടില്ല എന്നുമായിരുന്നു ഉമ്മൻചാണ്ടി ആവർത്തിച്ചിരുന്നത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളുന്നതാണ് ബാബു പ്രസാദ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മൊഴി. ബംഗളൂരു കോടതി വിധിക്ക് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറിയുടെ ഈ മൊഴിയും ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുകയാണ്.